പത്തനംതിട്ടയിലെ കള്ളവോട്ടിൽ ഗൂഢാലോചനയെന്ന് എഫ്ഐആർ. കോൺഗ്രസ് വാർഡ് മെമ്പറും BLOയും ചേർന്ന് ഗൂഢാലോചന നടത്തി, ആൾമാറാട്ടം നടത്തി കള്ളവോട്ട് ചെയ്യിച്ചു എന്നും എഫ്ഐആറിന്റെ പകർപ്പ് കേരള വിഷന് ലഭിച്ചു. പ്രേക്ഷകർക്ക് സ്ക്രീനിൽ അത് കാണാം. സന്തോഷ് നിലയ്ക്കലാണ് വിവരങ്ങൾ നൽകുന്നത്. സന്തോഷ്, കള്ളവോട്ടിൽ ഗൂഢാലോചന എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. എങ്ങനെയാണ് എഫ്ഐആറിന്റെ പൂർണ്ണ വിവരം? ഫിജി, ഈ പത്തനംതിട്ട ആറന്മുള കാര്യത്തോട്ടയിൽ അന്നമ്മ എന്ന 6 വർഷം മുമ്പ് മരിച്ചുപോയ അന്നമ്മയുടെ മരുമകൾ അന്നമ്മ വോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് നിലവിൽ വന്നിരിക്കുന്നത്. കേസ് വോട്ട് കള്ളവോട്ടാണെന്ന് കാണിച്ചുകൊണ്ട് LDF ഒരു പരാതി ജില്ലാ കളക്ടർക്ക് നൽകിയിരുന്നു. ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിനൊടുവിൽ BLO അമ്പിളി ഈ കള്ളവോട്ട് നടന്നു എന്നുള്ള ഈ വോട്ട് മാറിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ പരാതിയിന്മേലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ FIRൽ വളരെ കൃത്യമായി പറയുന്നു, BLO അമ്പിളിയും അതോടൊപ്പം തന്നെ വാർഡ് മെമ്പർ ശുഭാനന്ദനും ഗൂഢാലോചന നടത്തി ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ വോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള വ്യക്തതയാണ് പോലീസ് വരുത്തിയിരിക്കുന്നത്. പോലീസ് എന്തായാലും ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ അന്നമ്മയാവട്ടെ, ഈ വോട്ട് ചെയ്ത അന്നമ്മ എന്ന മാതാവട്ടെ, അവരുടെ കയ്യിൽ ഈ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അടയാളപ്പെടുത്തേണ്ട മഷി അടയാളപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ ശുഭാനന്ദൻ ഇന്നലെ നമ്മളോട് വ്യക്തമാക്കിയത് താൻ ആ വീട്ടിൽ പോയിട്ടില്ല, BLO അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ആരെയും കണ്ടിട്ടില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വീട്ടുകാരും പറഞ്ഞത് ഈ ശുഭാനന്ദൻ അവിടെ എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസിൽ വളരെ കൃത്യമായി പോലീസ് പറയുന്നു, ഈ ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ആ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സീരിയൽ നമ്പർ മാറിപ്പോയി എന്ന നിലയ്ക്ക് മാറിപ്പോയെന്ന് സമ്മതിക്കുകയും വോട്ട് രേഖപ്പെടുത്താൻ, മരിച്ചുപോയ അന്നമ്മയുടെ പേരിൽ വോട്ട് രേഖപ്പെടുത്താൻ മരുമകളായ അന്നമ്മയെ പ്രേരിപ്പിക്കുകയായിരുന്നു എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഈ കേസ് പുരോഗമിക്കുന്നത്. ജിജി. ശരി സന്തോഷ്.